ഞാൻ എരുമേലി വിളിച്ചിങ്ങനെ പറഞ്ഞത് സത്യമാണ്, പക്ഷെ അത്രയും പണം കിട്ടിയിട്ടില്ല. 100 രൂപ പോലും ചെലവഴിച്ചതിനെ കണക്കെന്നെ കൊണ്ട് കാണിച്ചു. ഒരു പൈസ പോലും ആരും നഷ്ടപ്പെട്ടിട്ടില്ല, കട്ടിട്ടില്ല. എലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയാം. എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത്. ഞാൻ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിയതോട് കാര്യം പറയട്ടെ, എലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയാം. ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കില്ല എന്ന് ശപഥം ചെയ്ത് പറഞ്ഞ ആളാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും വളരെ നിർബന്ധമായും BJPയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, നിൽക്കണം എന്ന് പറയും. കാരണം പൂഞ്ഞാറ്റ് വേറെ ആളില്ല, നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 2900 വോട്ട് മാത്രമാണ് ഇവിടെ പൂഞ്ഞാറ്റ്. ഇത്തവണ അത് ഞാൻ നിന്നുകൊണ്ട് ആണെന്ന് ഉള്ള അഹങ്കാരം പറയുകയല്ല, ഇത്തവണ അത് 36,112 വോട്ടാക്കി ഉയർത്താൻ കഴിയും. സ്വാഭാവികമായും മറ്റു പലർക്കും അതിന് എന്നോട് ചെറിയ മനപ്രയാസവും വേദനയൊക്കെ ഉണ്ടാവാം. ആ വേദനയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നാൽ മതി. ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം എനിക്ക് അനുകൂലമായി, ജനം അനുകൂലമായി വോട്ട് ചെയ്ത് അതിന് വഴക്കോട്ടാക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ഞാൻ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞ്, സ്വാഭാവിക തോൽവി ഒരു ആഘാതമാണല്ലോ. തോറ്റ് കഴിഞ്ഞ് ഞാൻ എരുമേലി ഒരു കമ്മിറ്റി ചെന്ന കമ്മിറ്റിക്ക് വന്ന് 2 BJP സ്ട്രോങ് ആളുകൾ, അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4,45 രൂപ കിട്ടുക, ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടായി. എടാ അപ്പൊ ഞാൻ ഇത്രയും രൂപ കിട്ടും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു 4,45 രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവരൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ 2 ചൂടായി. ഞാനത് മൈൻഡ് ചെയ്യാൻ ഞാൻ പോരുകയും ചെയ്തു. ഇപ്പൊ തോറ്റു കഴിഞ്ഞ് വർത്താനമായിട്ട് കാര്യമില്ല. പക്ഷെ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്ക് പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. 100 രൂപ പുറത്ത് പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥി ചെലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. അതിന് 40 എനിക്ക് ചിലവായിട്ടില്ല. അതാ രസം. അതിന് കണക്ക് വന്നതാണ്. പക്ഷെ ഞാനന്ന് എരുമയിൽ ഞാൻ പറഞ്ഞത് തെറ്റേ. ഇതിന്റെ അടിസ്ഥാനത്തിൽ പലരും എല്ലാവരും മറന്നുപോയി, ആരും ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ ചാനലുകാരനൊരു കഴപ്പമുണ്ട്. അതിന് കാര്യം നിങ്ങൾ മനസ്സിലായില്ലേ? എരുമേലിയിൽ പറഞ്ഞത് 4,45,00,000 രൂപ ചെലവഴിച്ചു, അത് എവിടെ പോയി, എന്താക്കി എന്നാണ് PC ജോർജ് ചോദിച്ചത്. പോരാത്തതിന് ആ പണം ഉപയോഗിച്ച് കാറ് വാങ്ങിയാനൊന്നും മര്യാദക്ക് ഓടൂല, ആ വാഹനം ഇടിച്ച് ചാകുമെന്നുള്ള പ്രാക്കും നടത്തി PC ജോർജ്. ആ PC ഇന്ന് പറയുന്നു അതൊക്കെ താനൊരു തെറ്റിദ്ധാരണയുടെ പുറത്താ പറഞ്ഞത്. മാത്രമല്ല അത് പറഞ്ഞതിന് ശേഷം സംസ്ഥാന നേതൃത്വം തന്നെ ബന്ധപ്പെട്ടു, അതോടുകൂടി തനക്ക് കണക്കെല്ലാം വ്യക്തമായി എന്നാണ്. എന്താ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? സംഭവം 4,45,00,000 ഒന്നല്ല, അതിനേക്കാൾ മുകളിലുള്ള കോടിക്കണക്കിന് രൂപ പൂഞ്ഞാറിൽ ചെലവാക്കി. പക്ഷേ അന്ന് സംഭവം എന്താ, PCക്ക് കിട്ടിയത് കുറഞ്ഞു പോയി. PCക്ക് കിട്ടിയത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകാൻ PCക്ക് ഒരു പണം കിട്ടി, അത് വേറെ. PC കണക്ക് കൂട്ടിയത് അതൊരു പണം കിട്ടും. തെരഞ്ഞെടുപ്പ് ചെലവിനെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വരും, അതിൽ നിന്നും കുറേ നമുക്ക് എടുക്കാമെന്നുള്ളതാണ് കരുതിയത്. പക്ഷേ അതിൽ നിന്ന് PCക്ക് കിട്ടിയത് കുറഞ്ഞു പോയി. മത്സരിക്കാതെ PCയോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ മുന്നിൽ എന്ന് പറഞ്ഞ് പേരിലൊക്കെ ഉണ്ടായ ആളുകളൊക്കെ PCക്ക് കിട്ടിയതിനേക്കാൾ വലിയ പണം പോക്കറ്റിലാക്കി. അതാണ് PCയുടെ പ്രശ്നമെന്നുണ്ടായിരുന്നത്. ഇത് പ്രശ്നമായപ്പോൾ PC ഇത് പറഞ്ഞപ്പോൾ ഈ വാർത്ത, ഈ വീഡിയോ പുറത്തേക്ക് വന്നപ്പോൾ BJPക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഇത് രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ പണി പാളും. എന്താ പണി പാളാൻ കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. ഇവിടെ 4,45,00,000 രൂപ എന്നൊരു എമൗണ്ട് കൃത്യമായിട്ട് PC ജോർജ് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു വലിയ കള്ളപ്പണം ഇടപാടിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് മനസ്സിലാക്കിയ BJPയുടെ സംസ്ഥാന നേതൃത്വം എന്താക്കി, PCയെ വിളിച്ച് എത്രയാപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടത്, എത്ര കിട്ടിയാൽ ഈ പ്രശ്നം തീരും എന്ന് ചോദിച്ച് PC പറഞ്ഞ പണവും നൽകി കാര്യങ്ങൾ തീർത്തു. അപ്പോൾ PC എന്താക്കി, വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. അന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ തന്ത ചാക്കോ മാപ്പിള എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു എൻ്റെ തന്ത നരേന്ദ്രമോദിയാണെന്ന്. അപ്പം ഞാനിതിങ്ങനെ ആലോചിക്കുക, ആ ചാക്കോ മാപ്പിള, മണ്ണിനടിയിൽ കിടക്കുന്ന ചാക്കോ മാപ്പിള ഇപ്പെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവനത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇവൻ്റെ തല വെട്ടിയെന്നെ അല്ലേ?
തൻ്റെ തന്ത ചാക്കോ മാപ്പിളയല്ല, മറിച്ച് നരേന്ദ്രമോദിയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇവന് പണം എവിടെ നിന്ന് കിട്ടുമോ അവനൊക്കെ അപ്പ എന്ന് വിളിക്കും. ഇനി കിട്ടാൻ വേണ്ടിയും അപ്പ എന്ന് വിളിക്കും. അതാണ് ഇവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ കിട്ടി. എരുമേലിയിൽ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് PC ജോർജ് എരുമേലിയിലെ മീറ്റിങ്ങിൽ കാണിച്ചത്. അത് BJP-ക്കാരെന്നെ വീഡിയോ ചിത്രീകരിച്ച് അത് കേരളത്തിൻ്റെ പൊതുമധ്യത്തിലേക്ക് വിടുകയും ചെയ്തു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. പ്രശ്നം തീർക്കാൻ എത്ര കോടി വേണമെന്ന് ചോദിച്ചു. ഇത്ര കോടി എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കൊടുത്തു. PC എന്തായി? ചാക്കോ മാപ്പിളയെ മാറ്റി മോദിയെ തന്തയാക്കി. മനസ്സിലായോ? അപ്പോൾ പണം കിട്ടിയാൽ PC എന്ത് തന്തയില്ലായ്മത്തരവും കാണിക്കും. ഇനി ഇപ്പോൾ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി നൽകിയ അല്ലെങ്കിൽ BJP നൽകിയ പണത്തേക്കാൾ കൂടുതൽ 1 രൂപ കൂടുതൽ ആരെങ്കിലും കൊടുത്താൽ അവനാണ് എൻ്റെ തന്ത എന്ന് പറയും PC. ആലോചിക്കണം. ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുന്നത്, ഇയാളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ശരി, മരണപ്പെട്ടാലും ശരി, അവറ്റകളുടെ ഒരു സ്ഥിതിയെ ഈ കിടക്കുന്ന കുഴിമാടത്തിൽ പോലും ഒരു സ്വസ്ഥത ഈ തലതെറിച്ചവൻ കൊടുക്കൂല എന്ന് കരുതിയാൽ. അല്ലെങ്കിൽ നോക്ക്, ഒരു ആ മനുഷ്യനെങ്ങാനും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതുക. അയാൾ അറ്റ്ലീസ്റ്റ് ഇവരുണ്ടാക്കുന്ന ആ സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഒരു വാഴയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു എന്നെങ്കിലും ആ മനുഷ്യൻ ചിന്തിച്ചേനെ അല്ലേ? മാപ്പിള എന്തായാലും ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ചിന്തയും ഇവിടെ വശമില്ല. വല്ലാത്തൊരു ചങ്ങാതി തന്നെ കേട്ടോ. നമ്മൾ കേരളത്തിൽ പല രീതിയിലുള്ള രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവനെ പോലെ ഒരു അശ്ലീലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. ഇനി ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമ്മൾ ഭാവിയിൽ കണ്ടറിയേണ്ടി വരും. ഉണ്ടാവുകയൊക്കെ ചെയ്യും. കാരണം എന്താ, ഇവൻ്റെ വിത്ത് മറ്റൊരുത്തിന് അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ. അത് തന്തയെ വിറ്റ മുതലാ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവന് പിന്നെ ഇവനെക്കാളും വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് കാണുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണുകയൊക്കെ ചെയ്തിരിക്കും. പക്ഷെ ഇതുവരെ ഇവനെപ്പോലെ അശ്ലീലം നിറഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല. ഇപ്പം പറയുന്നത് എന്താ? ഇപ്പം പറയുന്നത് അതെൻ്റെ ഒരു തെറ്റിദ്ധാരണ മാറി. കാരണം എന്താ? കാരണം പണം വന്നു. PC-യുടെ പ്രശ്നം എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൊണ്ടുവന്ന പണത്തിൽ നിന്ന് തനിക്ക് വളരെ തുച്ഛമായതാ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം മറ്റുള്ളവരെടുത്തു. അപ്പോൾ അത് തനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയി എന്നുള്ളതായിരുന്നു ഇവൻ്റെ പ്രശ്നം. ആ കുറവ് അങ്ങോട്ട് നികത്തി. കാരണം ഇത് നികത്താതെ ഇതൊരു പ്രശ്നമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വില നൽകേണ്ടി വരുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ PC-ക്ക് കൊടുക്കേണ്ടത് കൊടുത്തു. PC ചാക്കോ മാപ്പിളയെ മാറ്റി ഈ പറയുന്ന നരേന്ദ്രമോദിയെ തന്തയാക്കി. എന്തൊരു അന്തസ്സാണെന്ന് നോക്കിയേ നിങ്ങൾ അല്ലേ? ഇത്ര വലിയ അന്തസ് വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? ലോകത്തിലുണ്ടാകുമോ ഇത്രയും വലിയ അന്തസ്സുള്ളൊരു വ്യക്തി? ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ മുമ്പ്? ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവനെപ്പോലെ ഒരു പരമ അശ്ലീലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം എന്ന് പറയുന്നത്. ഒരു ഇച്ചിരിയെങ്കിലും ഉളുപ്പ്. എന്നിട്ട് പോരാത്തതിന് ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യുകയും ചെയ്യുക. എരുമേലിയിൽ പ്രാക്കായിരുന്നു. എന്തായിരുന്നു പ്രാക്ക്? എനിക്ക് തരാതെ നിങ്ങൾ കൊണ്ടുപോയി നക്കിയതൊന്നും എല്ലിൽ പിടിക്കൂല, തടിയിൽ പിടിക്കൂല. ആ പണം കൊണ്ട് വാങ്ങിയ വാഹനം അപകടത്തിൽ പെടും. ആ അപകടത്തിൽ നിങ്ങൾ ചാകും. ഇതൊക്കെയായിരുന്നു ഇവൻ്റെ പ്രാക്ക്. എന്നാൽ ഇപ്പം പറയുന്നത് എന്താ? ഇപ്പം പറയുന്നത് ഇവനെ ഉണ്ടാക്കിയ ചാക്കോ മാപ്പിളയല്ല ഇവൻ്റെ തന്ത, നരേന്ദ്രമോദിയാണ് ഇവൻ്റെ തന്ത എന്നാണ് ഇവൻ പറയുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ഈ പറയുന്ന PC ജോർജ് എന്ന് പറയുന്ന അശ്ലീലം എന്നോട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടോ. എന്താ പറഞ്ഞേ? പാർട്ടി വിടാനുള്ള ഒരു പദ്ധതിയും ഇല്ലയെന്ന്. ഇവൻ പാർട്ടി വിട്ടിട്ട് എന്നാ ഉണ്ടാക്കാനാ? ഇവനൊരു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയല്ലോ. ആ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എവിടെയും എത്താതെ ആയപ്പോഴാണല്ലോ ഈ സംഘ് പരിവാർ പാളയത്തിൽ പോയി കയറിയത്. ഇനി ഇവൻ പാർട്ടി വിട്ടിട്ട് എങ്ങോട്ട് പോകാനാ? ഏത് പാർട്ടിയിൽ ചേരാനാ? ഇവൻ ആരെങ്കിലും ഈ വീട്ടുപടിക്കലേക്ക് കയറ്റുക? പാർട്ടി ഓഫീസിൻ്റെ വരാന്തയെ കയറ്റുക? എന്നിട്ടല്ല പാർട്ടി ഓഫീസിൻ്റെ അകത്ത്. BJP വിട്ടാൽ തീർന്ന് PC എന്ന് പറയുന്നവൻ. BJP-യിലുള്ളത് കൊണ്ട് അധികാരമില്ലെങ്കിലും
ദുഡ് നന്നായിട്ട് കിട്ടുന്നുണ്ട്, ചോദിക്കുന്നതൊക്കെ വരുന്നുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ 4 തെറി മൈക്കിന് മുന്നിൽ പറഞ്ഞാൽ അടുത്ത നിമിഷം പണം വരും എന്നുള്ളത് PC എന്ന് പറയുന്ന അശ്ലീലത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ BJP അവൻ കൊന്നാലും വിടൂല സംഘപരിവാർ പാളയം. കാരണം അവനറിയാം, ഇപ്പൊ CPM-ന്റെ കൂടെ കൂടിയാലും കോൺഗ്രസിന്റെ കൂടെ കൂടിയാലും ഇനി കേരളത്തിലെ വേറെ ഏത് പാർട്ടിയുടെ കൂടെ കൂടിയാലും ഇത്രയും പണം വരില്ല എന്നുള്ളത് PC എന്ന് പറയുന്ന അശ്ലീലത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ BJP വിട്ട് അവൻ എങ്ങോട്ടും പോകൂല. അവൻ ചാവുന്നത് വരെ അവിടെ കിടക്കും. കാരണം എന്താണെന്നറിയോ, പണമെന്ന് പറഞ്ഞാൽ അത്രമാത്രം ആർത്തിയാണ് PC ജോർജിന്. തിന്നാൻ ചോറ് കിട്ടിയില്ലെങ്കിലും ചോറിന് പകരം ഒരു പ്ലേറ്റിൽ 500-ന്റെ നോട്ട് കെട്ടുകൾ വെച്ചാൽ അത് വാരി തിന്നും PC ജോർജ്. അമ്മാതിരി ആർത്തിയാണ് പണത്തോട്. ആ ആർത്തി തന്നെയാണ് ഇവൻ ഇന്ന് ചാക്കോ മാപ്പിളയെ തള്ളിപ്പറഞ്ഞ് തൻ്റെ തന്ത നരേന്ദ്രമോദിയാണെന്ന് പറയാനുണ്ടായ സാഹചര്യവും അതാണ്.